കിങ്ഡം ഒരു ടെംപ്ലേറ്റ് തെലുങ്ക് സിനിമയാണ്. നമ്മൾ കുറെ വട്ടം ആവർത്തിച്ച് കണ്ട ഒരു കഥ. പക്ഷെ അത് വൃത്തിക്ക് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മുഖ്യം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറച്ച് റെട്രോ കാണാം, കുറച്ച് കങ്കോവ കാണാം, കുറച്ച് മഫ്തി കാണാം. സെക്കൻഡ് ഹാഫിൽ ഏകദേശം ഒരു റെട്രോയുടെ ഷെയ്ഡിൽ തന്നെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതെല്ലാം വളരെ ബാലൻസോടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കൃത്യമായ പ്ലാനിങ്, ആംബിഷൻ, ഒരു ടീം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമ വർക്കൗട്ടായി. ഡയറക്ടർ ഗൗതം ആ ഒരു വില കളഞ്ഞില്ല. ആ ഒരു സിനിമയുടെ ജസ്റ്റിസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ജേഴ്സി എന്ന സിനിമ തന്ന ഫീൽ അറിയാലോ. ആ ഒരു അൾട്ടിമേറ്റ് തൃപ്തി തന്നില്ലെങ്കിൽ പോലും ഒരു ഗുഡ് തിയേറ്ററിക്കൽ വാച്ച് തന്നെയാണ് സിനിമ. ഒരു ഗുഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ സിനിമ സമ്മാനിക്കും. ഒരു ഡിസപ്പോയിന്റിംഗ് ഔട്ടിംഗ് ആവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സീക്വൻസ് ഉണ്ട്. അതും കൈവിട്ട് പോകുന്നതാണ് കരുതിയത്. പക്ഷെ അതുപോലും അവരെ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ ഡീസന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചേട്ടൻ അനിയൻ ഇമോഷണൽ ആംഗിൾ ഉണ്ട്. അതുപോലും മെലോ ഡ്രാമാറ്റിക് ആക്കാണ്ട് അവര് വളരെ ബാലൻസോടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ വിജയം. ദർ ഇസ് എ ബാലൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടെംപ്ലേറ്റ് സിനിമയാണ്. പക്ഷെ ഡയറക്ടർ ഗൗതം സ്വന്തമുള്ള രീതിയിൽ ഉപ്പുമുളകൊക്കെ പരട്ടി നല്ല എൻഗേജിങ് രീതിയിലാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ ആ ടീം, ആദ്യത്തെ സിനിമാറ്റോഗ്രാഫേഴ്സ് ജോമോൻ ടി ജോൺ ആൻഡ് ഗിരീഷ് ഗംഗാധരൻ, വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഇൻ ഇന്ത്യ. അവര് ആസ് യൂഷ്വൽ നല്ല ടോപ്പ് റിച്ച് വിഷ്വൽസ് കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്ക്. ശ്രീലങ്കയുടെ ബ്യൂട്ടി, ഇതിൽ ഓരോ വയലൻസ് സീക്വൻസസും പിന്നെ ഓരോ വിഷമങ്ങളും എല്ലാം കറക്റ്റ്ലി അടിപൊളിയായിട്ട് തന്നെ അവരെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാമറ ലെൻസിലൂടെ. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് അത് പറയണം. ഈ ഒരു ടെംപ്ലേറ്റ് സിനിമയെ കംപ്ലീറ്റ്ലി താങ്ങി പിടിച്ചു പോയത് ഈ ഒറ്റൊരു മുതലാണ്. ഇതിൽ ഓരോ എലിവേഷൻ സീക്വൻസിലും ഇന്റൻസ് മൊമെന്റ്സിലൊക്കെ കിട്ടുകിട്ടുക സ്കോറാണ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിലെ മെയിൻ കിങ്ഡം തീം അത് നമ്മൾ വീണ്ടും വീണ്ടും ഹം ചെയ്യുന്ന ഒരു സ്കോറിങ് തന്നെയായിരുന്നു. അടുത്തത് കൂലിയാണ്. എന്തായാലും അതിൻ്റെ ഒരു പെടപെടയ്ക്കും. ആ ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യില്ല. പിന്നെ കളറിംഗ് ടോൺ കറക്റ്റ്ലി ട്രൂ ടു ഇറ്റ്സ് തീമായിരുന്നു ഈ സിനിമയുടെ. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫിയും ഒട്ടും ഓവർ ദ ടോപ്പ് ആക്കാണ്ട് നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഇതിലെ പ്രസന്റ് ആക്ഷൻ സീക്വൻസ്. പിന്നെ കമ്മിങ് ബാക്ക് ടു പെർഫോമൻസസ്, വിജയ് ദേവരക്കൊണ്ടയുടെ പെർഫോമൻസ് ബാക്കി റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒക്കേഷ് ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ. ഇതിൽ വിജയ് ദേവരക്കൊണ്ടയുടെ ചേട്ടന്റെ വേഷം ചെയ്ത സത്യദേവ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചേട്ടന്റെ ഇമോഷൻ, ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പെർഫോമൻസ് കൊടുത്ത ഒരാളുണ്ട്, നമ്മുടെ മലയാളി വെങ്കടേഷ്. സത്യം പറഞ്ഞ ആ ഓഡിയോ ലോഞ്ചിൽ ഡയലോഗ് അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത്, ആ സ്പീച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ആകെ ഡയലോഗ് ഉണ്ടാവുള്ളൂ, പെർഫോമൻസ് ഒന്നും കാണാൻ ഉണ്ടാവില്ല, പിന്നെ സ്ക്രീൻ സ്പേസ് തന്നെ കിട്ടിയ ഭാഗ്യം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കീഡിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു വില്ലൻ സൈക്കോ ക്യാരക്ടർ, ആ ഒരു ചിരി മാനറിസം എല്ലാം കൂടെ സൂപ്പർ ആയിരുന്നു. ഇപ്പൊ ശരിക്കും പ്രൂവ് ചെയ്തു ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന്. ഏതായാലും ഇനിയും ഇങ്ങനത്തെ നല്ല ഓഫേഴ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയാക്കാം. പിന്നെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രഷ് സിനിമയാണ് നിങ്ങൾ തേടി പോകുന്നതെങ്കിൽ വലിയ ഫ്രഷ്നെസ് എന്ന സിനിമയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഗുഡ് തിയേറ്ററിൽ വാച്ച് ആൻഡ് എക്സ്പീരിയൻസ് സിനിമ സമ്മാനിക്കാൻ തന്നെ വിശ്വസിക്കുന്നു. ഇതൊരു മോശം സിനിമയല്ല. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ ഡ്രാമ തന്നെയാണ്.